ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കടല കൊണ്ട് എങ്ങനെ ന്യൂട്ടെല്ല ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു കടല കൊണ്ട് ന്യൂട്ടെല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു, ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഫേക്കാണോ അല്ലയോ എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ആദ്യം കാണിക്കാം. ഞാൻ 1/2 കപ്പ് കടലയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് ന്യൂട്ടെല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാനൊന്നും പാടില്ല. നേരെ ഒന്ന് കഴുകി അപ്പം തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിവാക്കി ഉണക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ 1/2 കപ്പ് കടല കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല, അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ചൊയ വരും. 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കടല ഒന്ന് വറുത്തെടുക്കണം. അത്യാവശ്യം നല്ലോണം വറുത്തെടുക്കണം. ഈ കടല കുക്കായി കിട്ടുക ഈ ഒരു വറവിലൂടെ ആണ്. ഈ ഒരു കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കടല ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതേ കപ്പിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി അടിച്ച ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂണ് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ അധികം ആവാൻ പാടില്ല. 1/2 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ചേർത്താൽ മതി. കൂടി പോകാൻ പാടില്ല. ചില കൊക്കോ പൗഡറിനും ഭയങ്കരമായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ 1/2 സ്പൂണ് ചേർത്താൽ മതി. കൊക്കോ പൗഡർ അപ്പോൾ കുറഞ്ഞാലും കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പകുതി ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് അടിച്ചതിന് ശേഷം ബാക്കി പകുതിയും കൂടി ഒഴിച്ച് കൊടുത്തു. അപ്പം ഞാൻ 1/2 കപ്പിലും കൂടുതൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്ന വരെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കൂടിയും ഗ്രേറ്റ് ചെയ്തത് ഇതിലിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. 1 സ്പൂണ് പാൽപ്പൊടിയും കൂടിയും ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ന്യൂട്ടെല്ല നമ്മൾ കറക്റ്റ് അതേ ന്യൂട്ടെല്ലയുടെ ടേസ്റ്റ് അല്ല ഉള്ളത്. ന്യൂട്ടെല്ലയുടെ സെയിം ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാത്തതാണ് നല്ലത്. എന്നാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അതേപോലെ ഹെൽത്തിയുമാണ്. കടല കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ന്യൂട്ടെല്ല പോലുള്ളൊരു സാധനം തന്നെയാണ്. നമ്മൾ ബ്രെഡിൻ്റെ ഒപ്പമൊക്കെ ജാമ് അതേപോലെ പീനട്ട് ബട്ടറൊക്കെ കുട്ടി കഴിക്കുമല്ലോ, അതേപോലുള്ളൊരു ന്യൂട്ടെല്ലയാണ് ഇത്. കറക്റ്റ് ന്യൂട്ടെല്ല ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂട്ടെല്ല തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ന്യൂട്ടെല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.